നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ജന്മം ഇനി അവൾക്കൊരു വിവാഹമേ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാ വന്ദന. അതുകൊണ്ടാ മോനെ അവളുടെ ഭർത്താവ് ഒരു മഹാഭാഗ്യവാനാന്ന് മോൻ പറഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടു പോയത്. അവൾക്ക് വിവാഹമേ വേണ്ടെന്നാ പറയുന്നത്. ഇനി വന്ദനെക്കുറിച്ച് ഒരു കാര്യം കൂടി മോൻ അറിഞ്ഞിരിക്കണം. മരണപ്പെട്ട രാജീവിന്റെ വിൽപ്പത്രത്തില് അയാളുടെ കോടിക്കണക്കിന് സ്വത്തിന്റെ സൈനിങ് അതോറിറ്റിയായി വച്ചിരിക്കുന്നത് വന്ദനയാണ്. എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം വന്ദന രാജീവിന്റെ സഹോദരി രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ ഏറ്റെടുത്ത് വളർത്തുകയാ. കോടിക്കണക്കിന് സ്വത്തിനേക്കാൾ ദിയമോൾക്ക് വില കൽപ്പിക്കുന്നവളാ എന്റെ മകള്. ആ ദിയമോള് വണ്ടിയിൽ നിന്ന് വീണെന്ന് കേട്ടപ്പോഴാ വന്ദന മോന്റെ ചകിട്ടത്തടിച്ചത്. അത് ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയോ? ക്ഷമിക്കണം അച്ഛ. ഇപ്പോഴാ വന്ദന ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കോടിക്കണക്കിന് സ്വത്തുക്കളെക്കാൾ വലുത് താൻ പ്രസവിക്കാത്ത ഒരു പെൺകുട്ടിക്ക്, വന്ദനയുള്ള മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്തുണ്ടാവില്ല അച്ഛ. വിഷമിക്കാതമ്മേ. ഈ ജന്മം വിവാഹമേ വേണ്ടെന്ന വന്ദനയുടെ തീരുമാനം, അതിന് പിന്നിൽ ദിയമോളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണെന്ന് എനിക്ക് മനസ്സിലായി. ദിയമോളെ സ്വന്തം മോളെ കരുതുന്ന ഒരാള് വന്ദനെ വിവാഹം കഴിക്കാൻ വന്നാൽ വന്ദനേച്ചിയുടെ വിവാഹം നടക്കും. അങ്ങനൊരു സന്മനസ്സുള്ള ആള് വരുവോ? വരണമല്ലോ. ഒരു പെണ്ണിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം അവൾക്ക് പറ്റിയൊരു പയ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് ഒരു പ്രപഞ്ച നിയമ അല്ലേ മുത്തശ്ശി? ഒരു കടലോളം സ്നേഹം വന്ദനയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന് ഒരു കടുകോളം അനുഗ്രഹം ദൈവം കൊടുക്കാതിരിക്കുമോ? സമയമാവുമ്പോ വന്ദനയ്ക്ക് അങ്ങനെ ഒരാൾ വന്നിരിക്കും. ശരി, ഞാൻ ഇറങ്ങുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.